സത്യം സത്യമായി TV പ്രോഗ്രാമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സത്യമായി TV പ്രോഗ്രാം 5 വർഷം പൂർത്തിയാക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ആരംഭിച്ച ഡെയിലി ബൈബിൾ ക്വിസ് പ്രോഗ്രാം 3 വർഷവും പൂർത്തിയാക്കുകയാണ്. 2023 ജനുവരി മാസം ആരംഭിച്ച ഡെയിലി ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ 400ഓളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുകയും 200 പേർ അതിലെ റെഗുലർ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യോഗ്യരായവരുടെ സെമി ഫൈനലും നടത്തപ്പെട്ടു. ഒടുവിൽ നടക്കുന്ന മെഗാ ഫൈനലാണ് ഇപ്പോഴും നടക്കുന്നത്. നമുക്ക് ഈ പ്രോഗ്രാം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് സത്യസത്യമായുടെ ഡയറക്ടർ ചാൾസ് ടി തോമസിനെ ഞാൻ ക്ഷണിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മെഗാ ഫൈനലിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞ മത്സരാർത്ഥികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ കൃപ ചോദിക്കുന്നു കർത്താവെ. അവിടുത്തെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്തെടുക്കുവാനായിട്ട് കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന കൃപയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണവും എല്ലാം ഞങ്ങളുടെ മേൽ, ഈ പ്രോഗ്രാമിൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രങ്ങളും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു. സ്വീകരിക്കണമേ നല്ല പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സത്യമായി TV അവതരിപ്പിക്കുന്ന സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് റൗണ്ട് മത്സരത്തിൽ നിന്നും സെക്കൻഡ് റൗണ്ട് മത്സരത്തിൽ നിന്നും ഉയർന്ന മാർക്ക് നേടി തിരഞ്ഞെടുക്കപ്പെട്ട 5 മത്സരാർത്ഥികളിൽ നിന്നും 4 മത്സരാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം മെഗാ ഫൈനലിലുള്ളത്. നമുക്ക് മത്സരാർത്ഥികളെ പരിചയപ്പെടാം. എൻ്റെ പേര് ജോൺ കെ പോൾ. എൻ്റെ പേര് ജോമോൾ ജോസ്. പോൾസൺ PK. എൻ്റെ പേര് സുനിത സാം. ഹന്ന സാജൻ, ആൽഫ സാജൻ. സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസ് ഇവിടെ ആരംഭിക്കുകയാണ്. സത്യമായി ബൈബിൾ ക്വിസ് നടക്കുന്നത് 5 റൗണ്ടുകളിലായാണ്. റാപ്പിഡ് റൗണ്ട്, ബസർ റൗണ്ട്, മ്യൂസിക്കൽ റൗണ്ട്, പ്രൊഫസി റൗണ്ട്, ഹൂ ആം ഐ. റാപ്പിഡ് റൗണ്ടിന്റെ നിർദ്ദേശങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ബൗളിൽ നിന്നും ഒരു ലോട്ട് എടുക്കുക. അതിലൊരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ മൃഗത്തിന്റെയോ മറ്റ് എന്തിന്റെയെങ്കിലും പേർ എഴുതിയിട്ടുണ്ടാകും. ചോദ്യത്തിലെ പേരുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നതായിരിക്കും. ചോദ്യങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ഉത്തരത്തിനും 2 മാർക്ക് വീതമായിരിക്കും. ചോദ്യം പാസ് ചെയ്യുന്നതല്ല. ആദ്യത്തെ റൗണ്ട് ഇവിടെ ആരംഭിക്കുകയാണ്. റാപ്പിഡ് റൗണ്ട്. മരം. കണ്ടസ്റ്റന്റ് നമ്പർ 1 ലഭിച്ചിരിക്കുന്നത് മരമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള സുഗന്ധ തൈലം ഉണ്ടാക്കാൻ ഈ മരത്തിന്റെ തൊലിയും 1 ഹീൽ ഒലിവെണ്ണയുമാണ് ഉപയോഗിച്ചത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ ഡാഷ് മരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. ശരി ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. 8 പേർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച പെട്ടകം ഈ മരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. രേഫായിം താഴ്വരയിൽ വെച്ച് ഫെലിസ്തരോട് ജയിച്ച ദാവീദിന് ഈ മരങ്ങളെ മറക്കാൻ കഴിയുകയില്ല. ശരി ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. യാക്കോബ് തന്റെ കൗശലത്തിന് വേണ്ടി ഉപയോഗിച്ചത് 3 വൃക്ഷത്തിന്റെ കൊമ്പുകളായിരുന്നു. ഏതെല്ലാം? തെറ്റായ ഉത്തരമാണ്. ശരി ഉത്തരം പുന്നവൃക്ഷം, ബദാം വൃക്ഷം, അരിങ്ങൽ വൃക്ഷം. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കണ്ടസ്റ്റ് നമ്പർ 2 ലഭിച്ചിരിക്കുന്നത് രാജാക്കന്മാരാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ശലോമോൻ യെരൂശലേം ദേവാലയം പണിയുവാൻ ഉടമ്പടി ചെയ്ത രാജാവ്? സീദോന്യ രാജാവായ ഏത്ബാലിന്റെ മകളെ ഭാര്യയായി സ്വീകരിച്ച ഇസ്രായേൽ രാജാവ്? ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. ജീവപര്യന്തം കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്ന യഹൂദ രാജാവ്? 2 പേരുണ്ട്. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. ഏറ്റവും അധിക കാലം, അതായത് 55 വർഷം യഹൂദയെ ഭരിച്ച യഹൂദ രാജാവ്? ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. നീ എന്നെ എളുപ്പത്തിൽ ക്രിസ്ത്യാനിയാക്കുമെന്ന് കരുതുന്നു, ഇങ്ങനെ പറഞ്ഞ രാജാവ്? ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. കണ്ടസ്റ്റ് നമ്പർ 3 ലഭിച്ചിരിക്കുന്നത് വ്യക്തികൾ എന്ന വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇസ്രായേലിന്റെ മധുര ഗായകൻ എന്നറിയപ്പെടുന്നത്? രക്താംബരം വിൽക്കുന്ന ആളായിരുന്നു. പശുപാലകർക്ക് പിതാവായിരുന്നവൻ? യാബാൽ. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നവൻ? തുകൽക്കൈ. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്.
കിന്നരവും വേണുവും ഉപയോഗിക്കുന്ന സംഗീതജ്ഞൻ. യൂബാൽ. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2 പോയിന്റ്. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. മല. കണ്ടസ്റ്റ് നമ്പർ 4 ലഭിച്ചിരിക്കുന്നത് മല എന്ന വിഷയമാണ്. ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ബൈബിളിലെ പ്രധാന കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ മല ലെബാനോനിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് സിരിയോൻ എന്നും സെനീർ എന്നും പേരുണ്ട്. ഏദോം ദേശത്തിന്റെ അതിരുള്ള ഈ പർവ്വതത്തിൽ വെച്ചാണ് ഇസ്രായേൽ മക്കളുടെ പ്രിയപ്പെട്ടവൻ മരിച്ചതും അവർ 30 ദിവസം അവനു വേണ്ടി വിലപിച്ചതും. തെറ്റായ ഉത്തരമാണ്. ന്യായപ്രമാണത്തിലെ ശാപങ്ങൾ വിളിച്ചു പറയുന്ന മലയാണിത്. തെറ്റായ ഉത്തരമാണ്. ശൗലും മക്കളും ഈ മലയിൽ നടന്ന യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടത്. തെറ്റായ ഉത്തരമാണ്. യെരുശലേമിന് കിഴക്കുള്ള ഈ മല വളരെ പ്രസിദ്ധമാണ്. ഇവിടെ നടക്കുവാൻ പോകുന്ന ഒരു മഹാസംഭവം സെഖറിയാവ് 14-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഒന്നാമത്തെ റൗണ്ടായ റാപ്പിഡ് റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥികളുടെ മാർക്ക് നില പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 4 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 2 ജോമോൾ ജോസ് 8 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 3 പോൾസൺ പി കെ 6 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 4 സുനിത സാം മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. സത്യം സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസിന്റെ 2ാം റൗണ്ടിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2ാമത്തെ റൗണ്ട് ബസർ റൗണ്ട്. നിർദ്ദേശങ്ങളും നിയമാവലികളും. ചോദ്യകർത്താവിന്റെ ചോദ്യം എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഉത്തരം അറിയാവുന്നവർ മാത്രം മുൻപിലുള്ള ബസർ അമർത്തുക. ശരി ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റുത്തരത്തിന് -3 മാർക്ക്. ഒന്നാമത്തെ മത്സരാർത്ഥി പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ പിന്നീട് ബസറമർത്തിയ മത്സരാർത്ഥിക്ക് ഉത്തരം പറയുവാൻ അവസരം ലഭിക്കുന്നതാണ്. മാർക്കുകൾ മുകളിൽ പറഞ്ഞ പ്രകാരം നൽകപ്പെടുന്നതാണ്. ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഗിത്യനായ ഗോലിയാത്തിനെ വെട്ടിക്കൊന്നത് എവിടെ വെച്ച്? കണ്ടസ്റ്റ് നമ്പർ 2 ആണ് ആദ്യമായി ബസറമർത്തിയിരിക്കുന്നത്. ഉത്തരം പറയാവുന്നതാണ്. തെറ്റായ ഉത്തരമാണ്. -3 മാർക്ക്. രണ്ടാമതായി ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാനുള്ള അവസരമാണ്. ഗോബിൽ വെച്ച്. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യമാണ്, പേക്കഹിനെ വെട്ടിക്കൊന്ന പകരം രാജാവായത് ആര്? ആദ്യമായി ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 4 ആണ്. ഉത്തരം പറയാനുള്ള അവസരമാണ്. തെറ്റായ ഉത്തരമാണ്. -3 മാർക്ക്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഹാരാൻ ജനിച്ചതും മരിച്ചതും ഒരു ദേശത്ത് തന്നെ. ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാനുള്ള അവസരമാണ്. കൽദയ പട്ടണമായ ഊരിൽ വെച്ച്. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഏലാവിന്റെ മകനായ ഹോശേയ. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പീഡിപ്പിക്കരുത് എന്ന് യഹോവ പറഞ്ഞിരിക്കുന്ന 4 കൂട്ടർ ആരെല്ലാം? പീഡിപ്പിക്കരുത് എന്ന് യഹോവ പറഞ്ഞിരിക്കുന്ന 4 കൂട്ടർ ആരെല്ലാം? കണ്ടസ്റ്റ് നമ്പർ 2 ആണ് ആദ്യമായി ബസറമർത്തിയിരിക്കുന്നത്. ഉത്തരം പറയാവുന്നതാണ്. പരദേശി, അനാഥൻ, വിധവ, ദരിദ്രൻ. വളരെ ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. അടുത്തതായി 5ാമത്തെ ചോദ്യമാണ്. ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത് ആരാണ്? ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത് ആരാണ്? ആദ്യമായി ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാവുന്നതാണ്. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. 6ാമത്തെ ചോദ്യം, അവിശ്വസ്ത സ്ത്രീയായ ഗോമറിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഹോസിയ തന്റെ ആദ്യത്തെ കുട്ടിക്ക് എന്തു പേരിട്ടു? ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാവുന്നതാണ്. ഇസ്രായേൽ. ശരിയായ ഉത്തരം. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. 7ാമത്തെ ചോദ്യം, തന്റെ പക്ഷം ചേരുവാൻ ചാർത്തലിന്റെ കാലത്ത് ജനത്തെ വശീകരിച്ചത് ആർ? ഗലീലക്കാരനായ യൂദ. ശരിയായ ഉത്തരം. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. 8ാമത്തെ ചോദ്യം, ഒരു ലേവ്യൻ എനിക്ക് പുരോഹിതനായിരിക്കിയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുമെന്ന് പറഞ്ഞത് ആർ? ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാവുന്നതാണ്. മീഹാവ്. ശരിയായ ഉത്തരം. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. 9ാമത്തെ ചോദ്യം, പുരോഹിത വസ്ത്രങ്ങളിൽ സമചതുരാകൃതിയിൽ ഉണ്ടായിരുന്നത് എന്ത്? ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാവുന്നതാണ്. ന്യായവിധി പതക്കം. ശരിയായ ഉത്തരം. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. 10ാമത്തെയും അവസാനത്തെയുമായ ചോദ്യം, ഗിദയോൻ ഏഫോദ് ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച പട്ടണം ഏത്? ബസറമർത്തിയിരിക്കുന്നത് കണ്ടസ്റ്റ് നമ്പർ 1 ആണ്. ഉത്തരം പറയാവുന്നതാണ്. ശരിയായ ഉത്തരം. ലഭിച്ചിരിക്കുന്നു 5 പോയിന്റ്. ഇതോടുകൂടി ബസർ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.
സത്യം സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസ് 2 റൗണ്ട് അവസാനിച്ചിരിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ മാർക്ക് നിരകൾ പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 39 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 2 ജോമോൾ ജോസ് 10 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 3 പോൾസൺ പി കെ 11 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 4 സുനിത സാം -3 മാർക്ക്. നിർദ്ദേശങ്ങൾ: ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനത്തിന്റെ ഒരു സ്റ്റാൻസ കേൾപ്പിക്കുന്നു. ആ ഗാനത്തിന്റെ ആശയം ഉൾപ്പെട്ടിരിക്കുന്ന ബൈബിൾ വാക്യം അല്ലെങ്കിൽ ആ ഗാനത്തിന്റെ വരികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യവും റെഫറൻസും ചേർത്ത് പറയണം. വാക്യം മാത്രമെങ്കിൽ 3 മാർക്കും റെഫറൻസും ചേർത്ത് പറഞ്ഞാൽ 5 മാർക്കും ലഭിക്കുന്നതാണ്. ചോദ്യം പാസ് ചെയ്യാവുന്നതാണ്. പാസ് ചെയ്താൽ മാർക്കുകൾ പകുതിയാകും. ആദ്യത്തെ ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 1 ഓഡിയോ ശ്രവിക്കുക. വിണ്ണിലെ താരങ്ങളെണ്ണി വിളിച്ചതാം ദൈവകുമാരൻ പിറന്നു. കിഴക്കുനിന്നെത്തിയ വഴികാട്ടി നക്ഷത്രം ബേത്ലഹേമിൽ വന്നു നിന്നു. ഉത്തരം പറയാവുന്നതാണ്. പാസ്. 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 അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 2 ഓഡിയോ ശ്രവിക്കുക. എല്ലാ നാളിലും വാഴ്ത്തിയിടും തൻ സ്തുതി എപ്പോഴും എന്നാവിന്മേലുണ്ട്. സങ്കീർത്തനം 34:1. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഞാൻ എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, ഇളയവർ അത് കേട്ട് സന്തോഷിക്കും. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 5 മാർക്ക്. അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 3 ഓഡിയോ ശ്രവിക്കുക. പാസ്. പാസ്. 2 കൊരിന്ത്യർ 9:6. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്നോർത്തുകൊള്ളും. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 4 ഓഡിയോ ശ്രവിക്കുക. കാഴ്ചയാലല്ല വിശ്വാസത്താലേ വാഴ്ചയ്ക്ക് നിത്യം ചേർത്തവനേ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത്. കണ്ടസ്റ്റന്റ് നമ്പർ 4 പറഞ്ഞ വാക്യം ശരിയാണ്. 3 മാർക്ക് ലഭിക്കുന്നതാണ്. റെഫറൻസ് ശരിയല്ല, അതുകൊണ്ട് പാസ് ചെയ്യാവുന്നതാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 1 പറയാനുള്ള അവസരമാണ്. പാസ്. 2 കൊരിന്ത്യർ 5:7. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ നാം നടക്കുന്നത്. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2.5 പോയിന്റ്. അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 4 ഓഡിയോ ശ്രവിക്കുക. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പാസ്. പാസ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ആക്ട്സ് 4:12. ശരിയായ ഉത്തരമാണ്. ലഭിച്ചിരിക്കുന്നു 2.5 മാർക്ക്. അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 3 ഓഡിയോ ശ്രവിക്കുക. ശുദ്ധവും ശുഭ്രവുമായി ഉള്ള ജീവജലനദിയിൻ. പാസ്. റഫറൻസ് വെളിപ്പാട് പുസ്തകം 24:1-2. നദിയുടെ ഇരുകരയും ജീവവൃക്ഷം ഉണ്ടായിരുന്നു. ജീവവൃക്ഷത്തിൻ്റെ ഇല ജാതികൾക്ക് രോഗശാന്തി വരുത്തേണ്ടതിന് ഉപകരിക്കുന്നു. റഫറൻസും വാക്യവും തെറ്റാണ്. കണ്ടസ്റ്റന്റ് നമ്പർ 4 പറയാവുന്നതാണ്. പാസ്. ഉത്തരം ആരും പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം വെളിപ്പാട് 22:1-2 വാക്യങ്ങൾ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 2 ഓഡിയോ ശ്രവിക്കുക. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ, മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാ. കണ്ടസ്റ്റന്റ് നമ്പർ 1 പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റന്റ് നമ്പർ 4 പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റന്റ് നമ്പർ 3 പറയാവുന്നതാണ്. പാസ്. ശരിയായ ഉത്തരം ഫിലിപ്പിയർ 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അടുത്ത ചോദ്യം കണ്ടസ്റ്റന്റ് നമ്പർ 1 ഓഡിയോ ശ്രവിക്കുക. വിശ്വസിക്കുന്നുവെന്ന് അറിയുന്നവനിന്നന്ത്യം വരെ
ഉത്തരം പറയാനുള്ള അവസരമാണ്. കണ്ടസ്റ്റ് നമ്പർ 3ക്ക് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 4ന് പറയാവുന്നതാണ്. പാസ്. ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം 2 തിമോത്തിയോസ് 1:12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 1നോടാണ്. ഓഡിയോ ശ്രവിക്കുക. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ, നിങ്ങൾ ഉയർന്നിരിപ്പി. പാസ്. കണ്ടസ്റ്റ് നമ്പർ 2ന് പറയാനുള്ള അവസരമാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, അവൻ തന്നെ മഹത്വത്തിൻ്റെ രാജാവ്. സങ്കീർത്തനം 24:8. റെഫറൻസ് ആണ് തെറ്റിയിരിക്കുന്നത്. കണ്ടസ്റ്റ് നമ്പർ 2ന് വാക്യം ശരിയായതുകൊണ്ട് ലഭിച്ചിരിക്കുന്നു 1.5 മാർക്ക്. റെഫറൻസ് ശരിയാക്കാത്തതുകൊണ്ട് അടുത്ത കണ്ടസ്റ്റ് നമ്പർ 3ലേക്ക് പാസ് ചെയ്യുകയാണ്. സങ്കീർത്തനം 24:7. ശരിയായ ഉത്തരമാണ്, ലഭിച്ചിരിക്കുന്നു 1 മാർക്ക്. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 2നോടാണ്. ഓഡിയോ ശ്രവിക്കുക. കണ്ടസ്റ്റ് നമ്പർ 3ക്ക് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 4ന് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 1ന് പറയാവുന്നതാണ്. പാസ്. ശരിയായ ഉത്തരം യെശയ്യാവ് 22:22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 3യോടാണ്. ഓഡിയോ ശ്രവിക്കുക. പാസ്. കണ്ടസ്റ്റ് നമ്പർ 4ന് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 1ന് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 2ന് പറയാവുന്നതാണ്. ആരും തന്നെ ഉത്തരം പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം ഉത്തമഗീതം 2:1. ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 4നോടാണ്. ഓഡിയോ ശ്രവിക്കുക. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും, അരുമനാഥാ നിൻ ഇമ്പസ്വരം മുഴങ്ങുന്നെൻ കാതുകളിൽ. പാസ്. കണ്ടസ്റ്റ് നമ്പർ 1ന് പറയാവുന്നതാണ്. പാസ്. കണ്ടസ്റ്റ് നമ്പർ 2ന് പറയാവുന്നതാണ്. കണ്ടസ്റ്റ് നമ്പർ 3ക്ക് പറയാവുന്നതാണ്. പാസ്. ശരിയായ ഉത്തരം യെശയ്യാവ് 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇതോടുകൂടി മ്യൂസിക്കൽ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സത്യം സത്യമായ മെഗാ ഫൈനൽ ബൈബിൾ ക്വിസ് 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ മാർക്ക് നിലകൾ പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 41.5. കണ്ടസ്റ്റ് നമ്പർ 2 ജോമോൾ ജോസ് 19. കണ്ടസ്റ്റ് നമ്പർ 3 പോൾസൺ PK 12. കണ്ടസ്റ്റ് നമ്പർ 4 സുനിത സാം. മാർക്കുകളൊന്നും ഇല്ല. സത്യം സത്യമായ ബൈബിൾ ക്വിസ് മെഗാ ഫൈനലിന്റെ 4ാം റൗണ്ടിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. 4ാമത്തെ റൗണ്ട് പ്രോഫസി റൗണ്ട്. നിർദ്ദേശങ്ങൾ: പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതും പുതിയ നിയമത്തിൽ നിവർത്തിയായതുമായ പ്രവചന ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. മത്സരാർത്ഥി ആ ഭാഗത്തിന്റെ റെഫറൻസ് പറയണം. ശരി ഉത്തരത്തിന് 5 മാർക്ക്. ക്വസ്റ്റ്യൻസ് പാസ് ചെയ്യുന്നതല്ല. ഉത്തരം അറിയാത്ത പക്ഷം ഒരു ക്ലൂ ലഭിക്കുന്നതായിരിക്കും. ക്ലൂ ലഭിച്ച ശേഷം ഉത്തരം പറയുകയാണെങ്കിൽ 4 മാർക്ക് ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 1നോടാണ്. സങ്കീർത്തനം 44:22 പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് ഇത് നിറവേറിയിരിക്കുന്നത്? ആടുകളെ പോലെ എന്ന വാക്കുണ്ട്, കൊല്ലുന്നു എന്ന വാക്കുണ്ട്. റോമർ 8:36. ശരിയായ ഉത്തരമാണ്, ലഭിച്ചിരിക്കുന്നു 4 മാർക്ക്. രണ്ടാമത്തെ ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 2നോടാണ്. യിരെമ്യാവ് 31:15 പുതിയ നിയമത്തിൽ ഏത് ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? ശബ്ദം, വിലാപം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. തെറ്റായ ഉത്തരമാണ്. ശരിയായ ഉത്തരം മത്തായി 2:17. അടുത്തതായി കണ്ടസ്റ്റ് നമ്പർ 3നോടാണ് ചോദ്യം. യെശയ്യാവ് 49:6 പറഞ്ഞിരിക്കുന്ന ഭാഗം പുതിയ നിയമത്തിൽ എവിടെയാണ് നിവർത്തിയായിരിക്കുന്നത്? രക്ഷ, ജാതികൾക്ക് പ്രകാശം എന്ന് പരാമർശിച്ചിട്ടുണ്ട്.
ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം അപ്പോസ്തല പ്രവൃത്തികൾ 13:47. നാലാമത്തെ ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 4 ഇശയ്യാവ് 54:1 പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? പ്രസവിക്കാത്ത, നോവ് കിട്ടിയിട്ടില്ലാത്ത എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം ഗലാത്യർ 4:27. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 1 സങ്കീർത്തനം 112:9 പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? വാരി വിതറി എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം 2 കൊരിന്ത്യർ 9:9. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടസ്റ്റ് നമ്പർ 2 സങ്കീർത്തനം 104:4 പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? കാറ്റുകളെ, അഗ്നിജാലയെ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. തെറ്റായ ഉത്തരം. ശരിയായ ഉത്തരം എബ്രായർ 1:7. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 3 ഇരമ്യാവ് 31:33-34 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? മത്തായി 3:3. തെറ്റായ ഉത്തരം. ശരിയായ ഉത്തരം എബ്രായർ 10:16-17. അടുത്ത ചോദ്യം കണ്ടസ്റ്റ് നമ്പർ 4 യെശയ്യാവ് 40:6-8 വരെയുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഏതു ഭാഗത്താണ് നിറവേറിയിരിക്കുന്നത്? സകല ജഡവും ദൈവത്തിന്റെ വചനമോ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. ശരിയായ ഉത്തരം 1 പത്രോസ് 1:24-25. ഇതോടുകൂടി പ്രോഫസി റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. മത്സരാർത്ഥികളുടെ മാർക്ക് നിലകൾ പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 4 മാർക്ക്. ബാക്കി ആർക്കും തന്നെ മാർക്കുകൾ ലഭിച്ചിട്ടില്ല. സത്യം സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസ് 4 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ മാർക്ക് നിലകൾ പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 45.5. കണ്ടസ്റ്റ് നമ്പർ 2 ജോമോൾ ജോസ് 19 മാർക്ക്. കണ്ടസ്റ്റന്റ് നമ്പർ 3 പോൾസൺ PK 12 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 4 സുനിത സാം മാർക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. സത്യം സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് റൗണ്ട് ഹൂ ആം ഐ. നിർദ്ദേശങ്ങൾ: ബൗളിൽ കൊടുത്തിരിക്കുന്ന ലോട്ട് എടുക്കുക, അത് ചോദ്യകർത്താവിനെ ഏൽപ്പിക്കുക. അതിൽ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ മൃഗം അല്ലെങ്കിൽ സ്ഥലം എന്തിന്റെയെങ്കിലും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. മത്സരാർത്ഥി ലോട്ട് തുറക്കാൻ പാടുള്ളതല്ല. ലോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പേരുമായി ബന്ധപ്പെട്ട് 5 സൂചനകൾ ചോദ്യത്തിലുണ്ടാകും. ഒന്നാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞാൽ 5 മാർക്ക്. രണ്ടാമത്തെ സൂചനയ്ക്ക് ഉത്തരം പറഞ്ഞാൽ 4 മാർക്ക്. മൂന്നാമത്തെ സൂചനയ്ക്ക് ഉത്തരം പറഞ്ഞാൽ 3 മാർക്ക്. നാലാമത്തെ സൂചനയ്ക്ക് ഉത്തരം പറഞ്ഞാൽ 2 മാർക്ക്. അഞ്ചാമത്തെ സൂചനയിലാണെങ്കിൽ 1 മാർക്ക്. ചോദ്യം പാസ് ചെയ്യുന്നതല്ല. കണ്ടസ്റ്റന്റ് നമ്പർ 4 ചോദ്യം. ആദ്യത്തെ ക്ലൂ: സുവിശേഷവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഞാൻ. തെറ്റായ ഉത്തരം. അടുത്ത ക്ലൂ: ഞാൻ ബൈബിളിലെ ഒരു പുസ്തകത്തിന്റെ രചയിതാവാണ്. തെറ്റായ ഉത്തരം. അടുത്ത ക്ലൂ: എന്നെ മകൻ എന്നാണ് പത്രോസ് സ്നേഹപൂർവ്വം വിളിക്കുന്നത്. അടുത്ത ക്ലൂ: ബൈബിളിൽ എനിക്കൊരു പ്രധാന സ്ഥാനം തന്നെയുണ്ട്. അടുത്ത ക്ലൂ: എനിക്ക് യോഹന്നാൻ എന്ന ഒരു പേര് കൂടിയുണ്ട്. തെറ്റായ ഉത്തരം. ശരിയായ ഉത്തരം മർക്കോസ്. മാർക്കുകളൊന്നും ലഭിച്ചിട്ടില്ല. കണ്ടസ്റ്റ് നമ്പർ 3 ലോട്ട് എടുക്കാവുന്നതാണ്. കണ്ടസ്റ്റ് നമ്പർ 3 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്ലൂ: ഞങ്ങൾ മാതൃകാ മാതാപിതാക്കളാണ്. ആദം ഹവ്വ. ശരിയായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. 5 പോയിന്റ്. കണ്ടസ്റ്റ് നമ്പർ 2 ലോട്ട് എടുക്കാനുള്ള അവസരമാണ്. കണ്ടസ്റ്റ് നമ്പർ 2 ചോദ്യം. ആദ്യത്തെ ക്ലൂ: പഴയ നിയമത്തിലെ 7ാമത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തി. തെറ്റായ ഉത്തരം. അടുത്ത ക്ലൂ: ന്യായാധിപന്മാരുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. തെറ്റായ ഉത്തരം. അടുത്ത ക്ലൂ: എന്റെ അമ്മായിയപ്പൻ എന്റെ അപ്പന്റെ ജ്യേഷ്ഠനാണ്. അടുത്ത ക്ലൂ: ഞാനൊരു സ്ഥലം പിടിച്ചടക്കി. തെറ്റായ ഉത്തരം. അടുത്ത ക്ലൂ: സമ്മാനമായി സ്ഥലത്തോടൊപ്പം ഭാര്യയെയും കിട്ടി. ശരിയായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. 1 പോയിന്റ്. കണ്ടസ്റ്റ് നമ്പർ 1 ലോട്ട് എടുക്കാനുള്ള അവസരമാണ്. കണ്ടസ്റ്റ് നമ്പർ 1 ചോദ്യം. ആദ്യത്തെ ക്ലൂ: ഞാൻ ലോകത്തിലെ മൃഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തെറ്റായ ഉത്തരം. രണ്ടാമത്തെ ക്ലൂ: എന്നെ കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഭയം ഉളവാക്കുന്നതാണ്. ശരിയായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. 4 പോയിന്റ്. ഇതോടുകൂടി ഹൂ ആം ഐ എന്ന റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. മത്സരാർത്ഥികളുടെ മാർക്ക് നില പരിശോധിക്കാം. കണ്ടസ്റ്റ് നമ്പർ 1 ജോൺ കെ പോൾ 4 മാർക്ക്. കണ്ടസ്റ്റ് നമ്പർ 2 ജോമോൾ ജോസ് 1 മാർക്ക്. കണ്ടസ്റ്റന്റ് നമ്പർ 3 പോൾസൺ PK 5 മാർക്ക്.
കണ്ടസ്റ്റ് നമ്പർ 4 സുനിത സാം. മാർക്കൊന്നും ലഭിച്ചിട്ടില്ല. സത്യമായി മെഗാ ഫൈനൽ ബൈബിൾ ക്വിസിന്റെ എല്ലാ റൗണ്ടുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളോടുമുള്ള നന്ദി അറിയിക്കുന്നു. നീണ്ട ഒരു വർഷത്തോളമായി ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്ന് മെഗാ ഫൈനലിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ദൈവവചനം വായിക്കുക, അതുപോലെ അതിലെ വാക്കുകൾ സൂക്ഷ്മതയോടെ പരിശോധിക്കുക എന്ന ഉദ്ദേശത്തോടെ സത്യമായി ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഡെയിലി ബൈബിൾ ക്വിസ് 2023. ഇന്ന് നടന്ന മെഗാ ഫൈനലിൽ പല ഘട്ടങ്ങളിലായി വളരെ ബുദ്ധിമുട്ടേറിയതും ലളിതവുമായ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം കൃത്യതയോടെ ഉത്തരം പറഞ്ഞ് ഇതിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ മത്സരത്തിൽ വിജയിച്ച വിജയികളെ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. സത്യമായി ബൈബിൾ ക്വിസ് 2023 മെഗാ ഫൈനൽ വിജയികൾ: വിന്നർ ജോൺ കെ പോൾ, ഫസ്റ്റ് റണ്ണറപ്പ് ജോമോൾ ജോസ്, സെക്കൻഡ് റണ്ണറപ്പ് പോൾസൺ പി കെ, തേർഡ് റണ്ണറപ്പ് സുനിത സാം. എല്ലാ വിജയികൾക്കും ആശംസകൾ. ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തവർക്കും വിജയികളായി തീർന്നവർക്കും എൻ്റെ ആശംസകളും അംഗീകാരങ്ങളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ഇപ്പോൾ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിനായിട്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവർ വളരെ ശ്രമകരമായിരിക്കുന്ന ഒരു അധ്വാനമാണ് വാസ്തവത്തിൽ നടത്തിയത്. അനേകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ പഠിക്കുന്നതിനും വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പ്രോത്സാഹജനകമായ വിധത്തിൽ ഈ ക്വിസ് ഏതാണ്ട് ഒരു വർഷത്തോളം അവർ മുന്നോട്ട് നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്പോഴതിൻ്റെ ഫൈനൽ പ്രോഗ്രാമിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. കർത്താവേ, മത്സരത്തിൽ വിജയിച്ച മത്സരാർത്ഥികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മത്സരത്തിൽ ഏറ്റവും മുൻനിരയിലേക്ക് വരാതെ ഇടയ്ക്ക് പിന്മാറിപ്പോയവരെ ഓർക്കുന്നു. അവരുടെ അധ്വാനങ്ങളും വെറുതെയല്ല എന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അവരെയൊക്കെ അനുഗ്രഹിക്കണം. ഇതിൻ്റെ പിറകിൽ അധ്വാനിച്ചവർ അനവധിയാണ് എന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. സത്യമായി പ്രോഗ്രാമിൻ്റെ പിറകിൽ നിന്ന് അധ്വാനിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും പലരാണ്. അവരുടെ അധ്വാനങ്ങൾക്ക് തക്കവണ്ണവും അതിലധികവുമായിട്ട് ഈ നാളുകളിൽ ദൈവം അവരെ അനുഗ്രഹിക്കണം എന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തപ്പെട്ട പിതാവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്തോത്രവും ഞങ്ങളുടെ നന്ദിയൊക്കെ ഞങ്ങൾ അർപ്പിക്കട്ടെ. കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഈ ക്വിസുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി അധ്വാനിച്ച എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് വലിയ സ്ഥാനം കരസ്ഥമാക്കി വിജയിച്ചവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. സത്യം സത്യമാ